അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു അരിമുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് നമുക്ക് ആവശ്യമായിട്ട് ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, നമ്മൾ ആ പത്തിരി പൊടിയൊക്കെ അതെടുത്ത് 1 കപ്പ് അരിപ്പൊടി എടുത്ത് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഓയിലും ഒഴിച്ച്, ഞാനിവിടെ ഓയിലാട്ടോ എടുത്തിരിക്കണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ ഉപയോഗിച്ചാട്ടോ, എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ല. പിന്നെ കറുത്ത എള്ളും കായപ്പൊടിയൊക്കെ ഉണ്ടെച്ചെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലോണം മിക്സാക്കി എടുക്കാം കേട്ടോ. ഇത് നമുക്ക് കുട്ടികൾക്ക് തന്നെ ഉണ്ടാക്കാം കേട്ടോ ഇതൊക്കെ. പിന്നെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ചായക്ക് കടിയില്ല വെച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം കേട്ടോ. ചായ റെഡി ആകുമ്പോഴേക്കിന് കടി നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് കുഴച്ച് മാറ്റി വെക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്നതിലുണ്ടാവില്ല, ഇങ്ങനെ നല്ലൊരു അച്ച്, മുറുക്കുണ്ടാക്കുന്ന ഒരു അച്ച് ഉണ്ടാവുമല്ലോ, അതെടുത്തിട്ട് നമുക്ക് അതിനിട്ട് കൊടുത്തിട്ട് ചെറിയ ഉരുളാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് അങ്ങനെ ആക്കി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് അവസാനമായിട്ടാണ് എടുത്തത്, അതുകൊണ്ടാണ് എണ്ണയ്ക്ക് ഇത്ര കുറവ് കേട്ടോ. എണ്ണയിലേക്ക് ആക്കുമ്പോൾ നമുക്ക് ഏത് ഷേപ്പിലും ആക്കാം കേട്ടോ. പിന്നെ തണുത്ത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് പൊടിച്ച് കൊടുത്താൽ മതി. കടയിൽ നിന്ന് വാങ്ങുന്ന മസാല മുറുക്കിൻ്റെ ടേസ്റ്റ് ഒന്നുമില്ല വെച്ചാലും പൂരത്തിന് കിട്ടുന്ന അരിമുറുക്കിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ട്. 1 കപ്പ് പൊടിയും കൊണ്ട് ഇത്രയും മുറുക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നല്ല ടൈറ്റായ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കാം. അപ്പോൾ എല്ലാവരും ഈ സിമ്പിൾ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.